ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിൻസി അലോഷ്യസിന്റെ പരാതി അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ ശക്തമാക്കിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി ഈ പ്രശ്നങ്ങൾക്ക് അവസാനം കാണാനാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമ അണിയറ പ്രവർത്തകരുടെയൊക്കെ ഒരു ആലോചന. ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസിയോട് ഷൈൻ ക്ഷമാപണം നടത്തുകയും ഭാവിയിൽ ഇത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്നൊരു മോശം പെരുമാറ്റമൊന്നും ഉണ്ടാകില്ല എന്നും ഷൈൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിൻസിയും ഈ യോഗത്തിൽ നിലപാടറിയിച്ചു. അങ്ങനെ ഒരു പ്രശ്ന പരിഹാരത്തിന് കളം ഒരുങ്ങുകയാണോ എന്നുള്ളതാണ് ചോദ്യം അറിയേണ്ടതും. സഹിൻ ആന്റണിയോട് തന്നെ നമുക്ക് ചോദിക്കാം. സഹിൻ, ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപാകെ കഴിഞ്ഞ ദിവസം വിൻസിയും ഹാജരായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക വെടിനിർത്തൽ, ഒരു പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം, അല്ലേ? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അണിയറ പ്രവർത്തകരിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏറെക്കുറെ പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസിനോട് മാപ്പ് പറഞ്ഞിരുന്നു. തൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വിൻസിക്ക് മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നതായി ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ വിൻസി തന്നെ തെറ്റിദ്ധരിച്ചിരിക്കാം എന്നുള്ളതാണ് ഷൈൻ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും വിൻസി അലോഷ്യസും പറയുന്നു ഇതൊരു കേസുമായി അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുന്നതിൽ തനിക്ക് യോജിപ്പില്ല എന്നാണ് വിൻസിയും പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല തന്നോട് ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കാൻ താൻ തയ്യാറാണെന്നും വിൻസി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതിയുടെ പകർപ്പ് പുറത്തുപോയതിൽ വിൻസി വലിയ രീതിയിലുള്ള അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല സിനിമാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. തിടുക്കത്തിലൊരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സിനിമാ സംഘടനകൾ മാറുന്നു. ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കാമെന്നുള്ളതാണ് സിനിമാ കമ്മിറ്റികളുടെയും തീരുമാനം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇന്റേണൽ കംപ്ലൈൻറ്റ് സെൽ അവർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ പോലീസിൻ്റെ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഷൈനെ ഹോട്ടലിൽ നിന്നും ബൈക്കിൽ കയറ്റി കൊണ്ടുപോയ യുവാവിൻ്റെ അടക്കം മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഷൈനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് പോലീസിൻ്റെ ഈ തെളിവെടുപ്പ്.